ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ക്രൈസ്തവ വിശ്വാസ ചരിത്രത്തിൽ അത്യന്തം പ്രാധാന്യമുള്ള ഒരു സ്ഥലത്തിനടുത്ത് ജോർദാൻ നദിക്കരയിലെ യോഹന്നാൻ സ്നാപകൻ്റെ സ്മരണഭൂമിയാണ്. ഇപ്പോൾ ഈ ചിത്രത്തിൽ നാം കാണുന്ന ദേവാലയം എന്ന് പറയുന്നത് ഗ്രീക്ക് ഓർത്തഡോക്സ് സഭ നിർമ്മിച്ച ദേവാലയമാണ്. വിശുദ്ധ യോഹന്നാനോടുള്ള ആ ഒരു ഭക്തി നിർഭരമായി അവർ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന് ചുറ്റിനുമായിട്ട് റോമൻ കത്തോലിക്ക സഭയുടെ പള്ളി, അർമേനിയൻ ഓർത്തഡോക്സ്, കോപ്റ്റിക്, എത്യോപ്യൻ ഓർത്തഡോക്സ് തുടങ്ങിയ സഭകളുടെ പ്രാർത്ഥനാലയങ്ങളും ചെറു പള്ളികളും നമുക്ക് കാണാവുന്നതാണ്. വിവിധ സഭകളുടെ സാന്നിധ്യം ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഐക്യവും വൈവിധ്യവും ഒരുമിച്ച് പ്രതിഫലിക്കുന്നു. അപ്പോസ്തലന്മാരുടെ കാലം മുതൽ തുടർന്നു വരുന്ന ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഏറ്റവും പുരാതനവും ദൃഢവുമായ പാരമ്പര്യം സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സഭയാണ് ഗ്രീക്ക് ഓർത്തഡോക്സ് സഭ. ഈ സഭയുടെ വിശ്വാസവും ആരാധനാക്രമവും പരിശുദ്ധ പിതാക്കന്മാരുടെ ഉപദേശങ്ങളിലും വേദപുസ്തകത്തിലും സഭാ പാരമ്പര്യത്തിലും ആധാരിതമാണ്. ദൈവിക കുർബാന, പ്രാർത്ഥന, ഉപവാസം, ഐക്യം, സ്നേഹം ഇവയാണ് ഈ സഭയുടെ ആത്മീയ അടിസ്ഥാനം. വിശേഷിച്ചും യോഹന്നാൻ സ്നാപകൻ, പരിശുദ്ധ ദൈവമാതാവ് മറിയം, അപ്പോസ്തലന്മാർ, സഭാപിതാക്കന്മാർ എന്നിവർക്കുള്ള വലിയ ബഹുമാനമാണ് ഗ്രീക്ക് ഓർത്തഡോക്സ് സഭ പുലർത്തുന്നത്. വിശുദ്ധന്മാരുടെ ജീവിതം നമ്മെ വിശ്വാസത്തിലും വിനയത്തിലും പരിശുദ്ധിയിലും നയിക്കുന്നു. ഈ പരിശുദ്ധ സ്ഥലത്ത് നിലകൊള്ളുന്ന ഗ്രീക്ക് ഓർത്തഡോക്സ് സഭാ പള്ളി യേശുക്രിസ്തുവിൻ്റെ സ്നാനത്തിൻ്റെ ഓർമ്മ നിലനിർത്തുന്ന ഒരു ആത്മീയ സാക്ഷ്യമാണ്. നൂറ്റാണ്ടുകളായി തീർത്ഥാടകരെ പ്രാർത്ഥനയിലേക്കും പശ്ചാത്താപത്തിലേക്കും വിളിച്ചുണർത്തുന്ന ഒരു ദേവാലയമാണിത്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾ ഇവിടെ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും ഒന്നാകട്ടെ എന്ന കർത്താവിൻ്റെ പ്രാർത്ഥന ഇവിടെ ജീവിക്കുന്നതായി നമ്മൾ കാണുന്നു. ഈ പരിശുദ്ധ സഭയുടെ ആത്മീയത നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ വിശ്വാസവും സമാധാനവും സ്നേഹവും വളർത്തുവാൻ നമ്മെ സഹായിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. താങ്ക് യു.